നമ്മളിന്ന് സംസാരിക്കുന്നത് ഡോക്ടർ ജോയൽ ജോയ് ആയിട്ടാണ്. ഡോക്ടർ ജോയൽ റഷ്യയിൽ നിന്നാണ് വരുന്നത്. നമ്മളുടെ നാട്ടിൽ തന്നെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ പഠിച്ച് വിദേശത്തേക്ക് MBBS പഠനത്തിനായിട്ട് പോയിട്ട് തിരിച്ച് MBBS പഠനം പൂർത്തിയാക്കിയിട്ട് നാട്ടിലേക്ക് തിരിക്കുന്ന സ്റ്റുഡൻ്റാണ്. ആളിപ്പം നമ്മുടെ നാട്ടിലത്തെ FMG എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് ജോയലിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം. ഓക്കെ, യെസ് ജോയൽ. ജോയൽ അപ്പം റഷ്യയിൽ ഏത് ഇയറിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്? ഞാൻ 2017 പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ കൊറോണയ്ക്ക് ശേഷം മുമ്പാണ് പോയിട്ടുള്ളതല്ലേ? ഓക്കെ ഓക്കെ. റഷ്യനെ വിട്ട് എന്താണ് പൊതുവിലെ അഭിപ്രായം? റഷ്യ പൊതുവെ നല്ല അഭിപ്രായമാണ്. റഷ്യയിൽ പഠിക്കാം, അതേപോലെ തന്നെ നമുക്ക് കുറെ അവിടുത്തെ കൾച്ചർ കാര്യങ്ങളും കൂടുതലായിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. യൂറോപ്യൻ ലൈഫ് എന്ന് പറയാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ പറയുന്ന റഷ്യയിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഭയങ്കര തണുപ്പുള്ള രാജ്യമാണ്. അപ്പം റഷ്യനെ പറ്റിയിട്ട് പൊതുവെ നമ്മളുടെ കുറേ ദൂരമുള്ളതായിട്ട് പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റ് എന്നുള്ള സംഭവത്തിൻ്റെ പേരിലാണ് റഷ്യ അറിയപ്പെട്ടിരുന്നത്, പഴയ USSR ഒക്കെ. ഇപ്പം അതിന് കുറേ മാറി. ഇപ്പോൾ റഷ്യ കുറച്ചുകൂടിയും ഒരു ഇക്കോണമി കുറച്ചുകൂടിയും ഓപ്പൺ അപ്പ് ആക്കിയിട്ടുണ്ട്. ഇപ്പം പുട്ടിൻ്റെ പേരിലാണ് റഷ്യ അറിയപ്പെടുന്നത്. അപ്പം റഷ്യയിൽ ലൈക്ക് നമ്മളെ കേട്ടിട്ടുള്ള ചില ഏരിയാസ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ സൈബീരിയ പോലത്തെ വളരെ തണുത്ത ഭയങ്കര ഡീപ്പായിട്ട് തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രയാസമാവും എന്നുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നു. റഷ്യ മൊത്തത്തിൽ അങ്ങനെയാണോ, അതോ ചെറിയ ചില ഭാഗങ്ങൾ മാത്രമേ അത്രയും തണുപ്പുള്ള ഭാഗങ്ങളുള്ളൂ? റഷ്യയില് തണുപ്പുള്ള സ്ഥലങ്ങളുണ്ട്, ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് തണുപ്പിൽ വരുന്നത്. ഞാൻ നിന്നിരുന്ന സ്ഥലം അർഖാങ്ക്ലിസ്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതൊരു തണുത്ത സ്ഥലം തന്നെയാണ്. നമുക്ക് ഏകദേശം നോർത്ത് പോളിലൊക്കെ അടുത്ത് എന്ന് പറയാൻ പറ്റുന്ന അടുത്താണ് ഞങ്ങളുടെ ഇത് നിൽക്കുന്നത്. റഷ്യയിൽ മൊത്തം തണുപ്പാണ്, പക്ഷെ ക്ലൈമറ്റുകൾ പല സ്ഥലങ്ങളിലും പല വ്യത്യാസങ്ങളുണ്ട്. വേരിയേഷൻസ്. പൈസ അന്വേഷിച്ച് എവിടെയും പോകേണ്ട കാര്യമില്ല. ഓക്കെ, നമുക്ക് ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റിന് പറഞ്ഞെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഞാൻ പഠിച്ചത് നോർത്തേൺ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഓക്കെ, സ്റ്റേറ്റ് മെഡിക്കൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയിരിക്കും. ഓക്കെ, അത് വരുന്നത് നേരത്തെ പറഞ്ഞ ഒരു ലൊക്കേഷൻ ആയിരുന്നു, അർഖാങ്ക്ലിസ്ക് എന്ന് പറയുന്നതായിരുന്നു. ഓക്കെ, എങ്ങനെയാണ് പൊതുവെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ സംഭവങ്ങളൊക്കെ? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻസ് ഒന്നും കുഴപ്പമില്ല. നമുക്കിപ്പോ ഒരു ബാച്ചിൽ 12 പേരാണ് വരുന്നത്. കുറെ പേര് വരുന്ന ഒരു സമ്പ്രദായം ഇല്ല. പിന്നെ നമുക്ക് ലെക്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചായിരിക്കും. ഒരു ഇയറിയത്തെ സ്റ്റുഡൻസ് എല്ലാവരും കൂടി ഒരുമിച്ചായിരിക്കും. ബാക്കി ക്ലാസ്സസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു 12 പേര് 14 പേര് അതത്രയൊക്കെയാണ് മാക്സിമം ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ 12 പേര് 14 പേരുടെ ബാച്ചാണ്. അപ്പോൾ വളരെ ചെറിയൊരു ബാച്ചാണ്. നിങ്ങൾക്ക് അപ്പോൾ ബേസിക്കലി ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കെയർ കിട്ടുകയും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കാഡവേഴ്സോ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം സംഭവമൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി കെയർഫുൾ ആയിട്ട് സംഭവം നോക്കാൻ പറ്റും. നമുക്ക് ഇപ്പൊ ക്ലാസ് സമ്പ്രദായങ്ങളെല്ലാം ആ ഒരു സെറ്റപ്പിലാണ് വരുന്നത്. ലെക്ചറിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഇത്തിരി കൂടി ഇലാബറേറ്റ് ഇത് വരുന്നത്. നമ്മുടെ ലെക്ചേഴ്സ് എല്ലാം പ്യൂർലി ഇംഗ്ലീഷ് തന്നെയാണോ? ലെക്ചേഴ്സ് എല്ലാം പ്യൂർലി ഇംഗ്ലീഷ് തന്നെയാണ്. അതിൽ വ്യത്യാസമില്ല. നമുക്ക് പിന്നെ ചില ഒരു സബ്ജക്റ്റുകൾ മാത്രമാണ് ചെറിയ വേരിയേഷനിൽ റഷ്യൻ മിക്സ് വരുന്നത്. ഓക്കെ, നിങ്ങളുടെ അപ്പോൾ ഹൗസ് സർജൻസിന്റെ സമയത്ത്, ഇന്റേൺഷിപ്പിന്റെ സമയത്ത് നിങ്ങൾക്ക് റഷ്യൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കേണ്ടേ, എന്നാലേ നിങ്ങൾക്ക് പേഴ്സണലി ഇന്ററാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയർ തുടങ്ങിയാണ് നമുക്ക് റഷ്യൻ ലാംഗ്വേജിന്റെ ട്രെയിനിങ് തരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇയർ തുടങ്ങി നമുക്ക് ഏകദേശം 4th ഇയർ വരെ ആകുമ്പോഴേക്കും നമുക്ക് ലാംഗ്വേജ് ഒരു സെറ്റാണ്. ഓക്കെ, അങ്ങനെയാണ് ലാംഗ്വേജ് സ്കില്ല് വരുന്നത്. പിന്നെ നമുക്ക് 3rd ഇയർ തുടങ്ങിയാണ് ഹോസ്പിറ്റൽ എക്സ്പോഷർ കൂടുതലും കിട്ടുന്നത്. അപ്പോഴേക്കും വരുമ്പോഴേക്കും നമുക്ക് ലാംഗ്വേജ് ഒരു ഇതായിട്ടുണ്ടാവുന്നല്ലേ. ഓക്കെ, അവിടെ ഈ പറയുന്ന പോലെ കാഡവേഴ്സിന്റെ ഒക്കെ അവൈലബിലിറ്റി എങ്ങനെയാണ്? ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യയിൽ നമുക്കറിയാം, ചൈനയിൽ നമുക്കറിയാം, ധാരാളം പോപ്പുലേഷൻ ഉണ്ട്. അപ്പോൾ കാഡവേഴ്സിന് ബുദ്ധിമുട്ടില്ല എന്ന് നമുക്കറിയാം. റഷ്യയിലത്തെ അവസ്ഥ എങ്ങനെയാണ്? നിങ്ങൾക്ക് ഈ പറഞ്ഞ കാഡവേഴ്സ് അവൈലബിലിറ്റി ഒക്കെ ഉണ്ടോ? റഷ്യയിൽ നമുക്ക് അനാട്ടമി അങ്ങനത്തെ ഇതൊക്കെ വരുമ്പോൾ കാഡവേഴ്സിന്റെ ഇത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കയ്യെ പിടിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം മാത്രമായി ആയിട്ട്, ഇപ്പോൾ കാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലിലെ ഒരു ഭാഗം, അങ്ങനെ ഭാഗങ്ങളായിട്ട് കിട്ടുകയും ചെയ്യും. മൊത്തത്തിലുള്ള കടാവർ കിട്ടുകയും ചെയ്യും. നമുക്ക് കൂടുതലും വരുന്നത് ഓരോരോ പാർട്ടായിട്ടാണ്. പൊതുവേ ഈ യൂണിവേഴ്സിറ്റി സജസ്റ്റബിൾ ആണോ? യൂണിവേഴ്സിറ്റി ഞാൻ പറയുകയാണെങ്കിൽ ഓക്കെയാണ്, നല്ല യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ അവിടെ പഠിച്ചു കഴിഞ്ഞു, ഇനി നമുക്ക് റഷ്യയിൽ തന്നെ ജോലി ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ റഷ്യയിൽ ജോലി കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നോ? റഷ്യയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യായിരുന്നു, PG കണ്ടിന്യൂ ചെയ്യായിരുന്നു. പക്ഷെ അവിടെ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്. ആ എക്സാം എഴുതി പാസ്സാവണം, എന്നാലും പ്രാക്ടീസിങ് അവിടെ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ലൈസൻസ്ഡ് ആവുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഇപ്പൊ PG പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് അവിടെ ഹോസ്പിറ്റൽ എക്സ്പോഷർ കിട്ടുകയും ചെയ്യും. നമുക്ക് അവിടെ പഠിപ്പിക്കാനും കയറാൻ പറ്റും. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പം ഈ പറഞ്ഞ പോലെ താങ്കളുടെ ഇനി ഫ്രണ്ട്സോ റിലേറ്റീവ്സ് കാര്യം വരികയാണെന്ന് എനിക്ക് ധൈര്യമായിട്ട് റഷ്യയിൽ നിന്ന് സജസ്റ്റ് ചെയ്യും. ഓക്കെ, ഈ നമ്മുടെ നാട്ടിലെ ആൾക്കാർ കൂടുതലും ഈ പറഞ്ഞ ഇപ്പോൾ ഈ അടുത്ത് ഉക്രൈൻ വാർ അല്ലെങ്കിൽ റഷ്യ വാർ എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മോസ്കോനെ മാത്രം ബാധിക്കുന്ന, അല്ലെങ്കിൽ മോസ്കോന്റെ പരിസരത്തെ പ്രദേശങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുന്നത്. അത് റഷ്യ വലിയൊരു രാജ്യമാണല്ലോ.
ഈ പറഞ്ഞ പോലെ റഷ്യക്ക് മൊത്തത്തിൽ ഇത് ബാധിക്കുന്ന പ്രശ്നമാണോ? നമുക്ക് കുട്ടികളെ റഷ്യയിലേക്ക് ഇത് വിടാണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് വിടാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോ? റഷ്യയില് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. പക്ഷെ ഞങ്ങളുടെ അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഒന്നും വന്നിട്ടില്ല. ഓക്കെ. മോസ്കോയിലും എൻ്റെ അറിവിൽ വലിയ പ്രശ്നങ്ങളെന്ന് പറയാനായിട്ട് വലിയതായിട്ടൊന്നും വന്നിട്ടില്ല. 2-3 ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത്രയ്ക്ക് ഇതായിട്ട് പറയാനുണ്ടായില്ല. കൂടുതലും ബോർഡറിലാണ് കാര്യങ്ങളൊക്കെ നടക്കണം. ഇനി FMGയുടെ എക്സാം ഒന്ന് എഴുതി അതിൽ കുറച്ച് ക്വാളിഫിക്കേഷൻ ആയി കഴിഞ്ഞാൽ ഇന്ത്യയിലത്തെ ഫർദർ എഡ്യൂക്കേഷനും ഹൗസ് സർജൻസി ഇന്റേൺഷിപ്പും ഇനി MDയും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ത്യയിൽ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. അതിന് നമുക്ക് FMGയുടെ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എത്രമാത്രം ഈ പറഞ്ഞ പോലെ നമ്മുടെ റഷ്യയിലത്തെ എഡ്യൂക്കേഷനോട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമുക്ക് ശരിക്കും ഈ FMG എക്സാമിൻ്റെ പ്രിപ്പറേഷൻ വരുമ്പോൾ ശരിക്കും ഏറ്റവും നല്ലൊരു ഇത് ഞാൻ സജസ്റ്റ് ചെയ്യാം, നമ്മൾ അതിൽ ചേരുമ്പോൾ തന്നെ ഒരു പ്രപ്പ് ലാഡറോ മേരോയോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോം, അതായത് നമുക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്, അതും കൂടി എടുക്കുക. അതും കൂടി എടുത്ത് അതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോവുക. നമുക്കപ്പോൾ അതും ഇതും കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. കാരണം അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് ഇംഗ്ലീഷിൽ തന്നെയാണ്. അവിടെ അങ്ങനെ ഒരു ഇഷ്യൂസ് വരുന്നില്ല. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ റഷ്യയിൽ പോയി പഠിച്ച് MBBS ഡോക്ടറായിട്ട് നാട്ടിൽ ഇനി വന്ന് FMGയുടെ എക്സാം പാസ്സായിട്ട് എത്രയും പെട്ടെന്ന് നാട്ടിൽ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റട്ടെ. എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു.